ഇന്ന് ഞാനിപ്പോൾ വന്നത് വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ക്ടാവ് കണ്ട, ഞങ്ങളുടെ ക്ടാവ് ചത്തുപോയി. ഒരു ക്ടാവ് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പാവം ഇതിൻ്റെ കാര്യത്തിൽ വന്നേക്കണേ. കാരണം ഇവിടെ ഇങ്ങനെ വീണ് കിടന്നേച്ച് കെട്ടിയിരുന്നേച്ചതാണ്. പക്ഷെ അതിന് കാലിനും പാടില്ലായിരുന്നു. പാവത്തിനെ കാലും വയ്യായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ഡെത്ത്. എന്താണ് കാരണം എന്നറിയാൻ പാടില്ല. ക്ടാവ് യുവക്കടെ ക്ടാവായിരുന്നു. ഇനിയിപ്പോൾ പാലിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പാടില്ല, കണ്ടറിയണം. കാരണം ആള് ഫുള്ള് കുഞ്ഞിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ഇരിക്കും കുഞ്ഞിൻ്റെ കാര്യത്തിൽ. എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോൾ. ഇത് നമ്മുടെ ഫാമിലി ഇപ്പം രണ്ടാമത്തെ ഇത്രയും വർഷത്തിന് ശേഷമായിട്ട് ആദ്യമായിട്ടാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ, പശുക്കുട്ടികൾ ചത്തുപോണത്. അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ രണ്ട് പശുക്കുട്ടികളായി ചാവണത്. ഇതുവരെ നമുക്കങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പം അത് കാരണം നിങ്ങളുടെ ആ ഫാമിൽ ഇങ്ങനെയൊക്കെ ഡെത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്തുകൊണ്ടാണ് അങ്ങനെ ആവണേന്ന്. ഈ പശുക്കുട്ടിക്കെന്ന് പറഞ്ഞാൽ കാലിലെ പൊക്കിളിൽ കൂടെ അണുക്കൾ കയറിയെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വരുമ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരിത്, അപ്പം അങ്ങനെ വന്ന് പെട്ടെന്ന് ഡെത്തായതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും പോയപ്പോൾ നമുക്ക് പോയി. എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതിൻ്റെ തള്ളപ്പശു പാല് വിട്ട് പെട്ടെന്ന് ചൊരുപ്പ് വിടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല തള്ള പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇതാക്കണതാണ്. അത് കാരണം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇത്രയും ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിപ്പോയി പെട്ടെന്ന്. കാരണം പശുക്കുട്ടി ചത്തപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രയാസം. ഇനി എന്താണ് അതിനെ പാൽ കുടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ ഞങ്ങളുടെ സ്ഥലം കാണിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ സ്ഥലം കാണിച്ചില്ലായിരുന്നോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടമൊന്നും അല്ല കേട്ടോ, നമ്മുടെ നല്ല ഒന്നാം തരം കരഭൂമിയാണ് ഇത്. മൊത്തത്തിലെല്ലാം കൊണ്ടും ഭയങ്കര ഒരു പ്രശ്നമായി. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണോണ്ടേ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പശുക്കളെയും ബാധിക്കും. മറ്റുള്ള അയലോക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ വെള്ളം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളം പോകുന്നതിൻ്റെ ഇത് ഉറവിക്കുന്നു മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം തീറ്റയുടെ കൊണ്ടുവന്ന് ലോഡ് കണക്കിനൊക്കെ കൊണ്ടുവന്ന് ഇറക്കണ കണ്ടപ്പോഴത്തേക്ക് അയലോക്കക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫാമിൽ. പക്ഷെ എന്നിരുന്നാലും എന്താ മനുഷ്യന് ജന്മസഹജമായിട്ടൊരു കാര്യം ഉണ്ടല്ലോ, എന്താണെന്ന് അറിയോ? അത് അസൂയ. ആ ഒരു അസൂയ എന്ന് പറയുന്ന സാധനം നമ്മുടെ കാര്യത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഇത്ര നാൾ വരെ ഇങ്ങനെ ഒരു കുശുമ്പും കുഞ്ഞായ്മയൊന്നും നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഭയങ്കര ഒരു ടെൻഷൻ ആവുന്നു. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ തൊട്ടിപ്പുറത്ത് ഇടത്തെ സൈഡിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് ബേസ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളും പെട്ടെന്ന് നെർവസ് ആവും. സ്വാഭാവികമാണല്ലോ. ഒരാൾക്ക് പിടിച്ച് നിൽക്കാനും ഒരു പ്രത്യേകം കഴിവ് വേണമല്ലോ. അപ്പം എന്താ അറിയില്ല, എന്തെങ്കിലും ബലാമുസീബത്ത് പോകാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ. ഒരു പക്ഷേ പശുക്കുട്ടിയും ഇതായി. അപ്പം അതൊരു പ്രയാസം. നമ്മൾ ഒരുപാട് സ്നേഹിച്ച് പേരൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. കുക്കുടു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ആൾ നോക്കി. ഞാൻ ഒരുപാട് മെഡിസിനൊക്കെ ആളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിന് ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബർത്ത് തന്നെ ഒരു ഭയങ്കര ഒരു ജനിച്ച് കിടക്കുമായിരുന്നു. നമ്മൾ ചെന്നതാണ്. അങ്ങനെയാണ് ഡെലിവറി ഇതായത്. അപ്പോൾ ഫ്ലൂയിഡ് കുടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, ആൾക്ക് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ വലിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് എപ്പോഴും 3 നേരം വെച്ച് കൊടുത്ത് അതൊക്കെ റിക്കവറി ആയി വന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കിടാവിന് വേണ്ടിയിട്ട്. പക്ഷേ എന്തോ പെട്ടെന്ന് അത് ഡെത്തായി. അപ്പം അതൊരു അതിൻ്റെ ഇടയിൽ ഇവരുണ്ടാക്കുന്ന സമ്മർദ്ദം അതങ്ങനെ അത്
എന്താണ് വെള്ളത്തിൽ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അത് ഒഴുകി പോണ ഇവരുടെ കിണറിൻ്റെ അരിയിൽ കൂടെയാണ്. ഇവരാണെങ്കിൽ കിണർ തേച്ചിട്ടുമില്ല. അപ്പം അത് കാരണം ആ വെള്ളം ഇവിടുത്തെ വെള്ളമല്ല കേട്ടോ, നമ്മുടെ ഇതിൻ്റെ പശുവിൻ്റെ വെള്ളമൊന്നും പോകുന്നില്ല കേട്ടോ. പശുവിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ ഇതിൽ തന്നെയാണ്, അവിടെ ഒരു ഇതുണ്ട്, അതിൽ തന്നെയാണ് വീഴുന്നത്. പക്ഷെ ഇവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് ചെല്ലണ കൊണ്ടിട്ട് അത് വെള്ളം കലങ്ങണമെന്ന്. അതിന് മുമ്പ് നമ്മൾ വരുന്നതിന് മുമ്പും ഇവരുടെ വെള്ളം കലങ്ങാറുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു മൂലം എന്ന് പറഞ്ഞ പോലെ ഇവർ നമ്മുടെ മേലെ ആ പഴി അങ്ങോട്ട് വെച്ചേക്കണേ. ഇപ്പം ഇന്നലെ അല്ല മിഞ്ഞാന്ന് ദിവസം ലോഡ് നമുക്ക് സൈലേജിൻ്റെ ലോഡ് വന്നപ്പോഴത്തേക്കും ഇവരിങ്ങനെ കണ്ടായിരുന്നു, വണ്ടിയിൽ നമുക്ക് ലോഡ് ഇറക്കണ കണ്ടായിരുന്നു. അത് കണ്ടോടുകൂടി വീണ്ടും തുടങ്ങി അവർക്ക് ഫ്രസ്ട്രേഷൻ. അപ്പോൾ അവർ ഇപ്പം ഇന്നലെ അവിടെ നിന്നിട്ട് വിളിച്ചു പറയണേ ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണേ. എന്താ പറയുക, എല്ലാവർക്കും നമ്മുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും അത് അവർ ഇങ്ങനെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് പറയണത് തന്നെയാണ്. എല്ലാവരും എന്തിനേറെ പറയണേ, ഹെൽത്തിൽ നിന്ന് ആൾ വന്നു ഇവർ പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞു ഇവിടെ ഞങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ മാസത്തിലും വിസിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ നമ്മുടെ ഫാമിൽ. മറ്റേ ഹെൽത്തിൽ നിന്ന് മാത്രം ആരും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഡോക്ടർ വരുന്നുണ്ട് നമ്മുടെ അറിയാൻ. കാരണം നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടർ വരുത്തും. അപ്പോൾ ഡോക്ടർ പറയണേ ഇത്രയും ഒരു ഫാം നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പുള്ളി തന്ന സർട്ടിഫിക്കറ്റ്. നമുക്ക് അങ്ങനെ ഒരു ഡോക്ടർ നമ്മളോട് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയതുകൊണ്ടാണല്ലോ, നമ്മുടെ ഫാം അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഡോക്ടർ പറയണത്. അല്ലെങ്കിൽ അങ്ങനെ പറയുമോ? പറയില്ല, ഡെഫിനറ്റ്ലി അങ്ങനെയൊന്നും പറയില്ല. ഒരു ഡോക്ടർ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതും അങ്ങനെ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പ്രശ്നമാണ് നമുക്കിപ്പോൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ ക്ലാവ് ചത്തതും ഒക്കെ കൂടി ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ അനുഭവം, നിങ്ങളുടെ ഫാമിലൊക്കെ ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങളുണ്ടാ, നിങ്ങളുടെ അടുത്തുള്ളവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാ, പിന്നെ ദയവ് ചെയ്ത് കൂട്ടുകാരെ ഒരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവർക്ക് എന്താ പറയുക, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്, അവരും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കണക്കാക്കുക. നമുക്കെല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ നമ്മളെ കൊണ്ട് നന്മ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നമ്മളാരും ചെയ്യരുത്. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഞാനും അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഒരാളെ ദ്രോഹിക്കാറില്ല. ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലി ഞങ്ങളാരും ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടി ചെന്നിട്ടില്ല. ഒരാളോടും ചുമ്മാ ചെന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുമില്ല. നമ്മൾ ഒരാളുടെ അടുത്ത് ഒന്നിനും ഇല്ലാത്ത സാധാരണ ഒരു ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഒരാളോട് എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇഷ്ടമല്ല. എന്നുവെച്ചാൽ വെറുതെ ചെന്ന് അങ്ങനെ ബഹളം, അതെന്താ നിങ്ങൾ അങ്ങനെ കാണിച്ചിട്ടേക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഇത് തന്നെ, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയുമില്ല. അങ്ങനെ എൻ്റെ മരണം വരെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. ഒരാളുടെ മേൽ നമ്മളൊരു പഴി ചാരുക എന്നുള്ള സ്വഭാവം എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പം ഇവരിപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കാണിച്ചപ്പോഴത്തേക്കും ഒരു സങ്കടം തോന്നി. അത് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.